ഈ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മായി പോകുന്നത് കണ്ട് കൺമണിക്ക് ആകെ വിഷമാവുന്നുണ്ട്. പക്ഷേ അമ്മായി രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവൾക്കൊന്നും എതിർത്ത് പറയാൻ പറ്റുന്നില്ല. കൂടാതെ കൺമണിക്ക് കൃഷ്ണനെ കാണാത്തത് കൊണ്ടും ആകെ വിഷമത്തിലാണ്. പിന്നെ പാരീസ് യാത്രയും നടന്നില്ലല്ലോ, ആ ഒരു സ്വപ്നവും പലിഞ്ഞല്ലോ. പിന്നെ ആകെപ്പാടെ ഒരാശ്വാസം എന്ന് പറയുന്നത് കൃഷ് തൻ്റെ ഒപ്പം തന്നെ സ്നേഹം കൊണ്ട് മൂടാൻ ഉണ്ടെന്നുള്ളതാണ്. മാനസയാണെങ്കിൽ ബലരാമൻ്റെ ഒപ്പം കൂടി താൻ കൃഷ്ണനെയും കൺമണിയും തകർക്കും എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിൽ തന്നെയാണ്. അതിനാണ് താൻ ഇത്ര നാളും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണനെ മറന്നിട്ട് ബലരാമൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. കൺമണിയോട് അടുപ്പമുള്ള കൃഷ്ണൻ്റെ പിന്നാലെ ഇനി താൻ നടക്കുന്നതിൽ കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരിക്കുകയാണ്. കൂടാതെ സുമിത്ര കുറേ മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടല്ലോ. പക്ഷേ അക്കാര്യമൊന്നും മാനസിക്ക് വേണ്ടി അപ്പോഴും നിലകൊള്ളുന്ന സുജാതയ്ക്കും ആൻറ്റിയമ്മയ്ക്കും മനസ്സിലാകുന്നില്ല. സാഗർ എന്നാണ് കൺമണിയെ കൃഷി വിവാഹം കഴിക്കുമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഏറ്റവും അവസാനം അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. എന്തായാലും സുജാത വീണ്ടും മാനസിക്ക് വേണ്ടിയിട്ട് സാഗറിനോട് വാദിക്കുകയാണ്. തൻ്റെ മകൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടും എന്താണ് സുജാത വീണ്ടും മാനസിക്ക് വേണ്ടി നിൽക്കുന്നത് എന്നറിയില്ല. സാഗർ ആണെങ്കിൽ എനിക്കൊരു വാക്ക് തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ സുജാത. എന്താണ് സുജ, എന്ത് വാക്കാണ് തനിക്ക് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യത്തിൽ സാഗർ എതിർപ്പ് പറയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ സുജാത. ഇത് കേട്ട് എന്താ കൺമണിയുടെയും കൃഷ്ണൻ്റെയും കാര്യമാണോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അല്ല, കൃഷ്ണൻ്റെയും മാനസയുടെയും കാര്യം എന്ന് പറയാണ് സുജാത. പിന്നീട് രാത്രി കൃഷ്ണൻ്റെ പിരിഞ്ഞതിലുള്ള ദുഃഖത്തിലിരിക്കുന്ന കൺമണിക്ക് അടുത്തേക്ക് കൃഷി വരികയാണ് കേട്ടോ. അപ്പോൾ കൃപയും കൂടെയുണ്ട്. ഗോകുല് കൃഷ്ണൻ്റെ കാറ് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സന്തോഷത്തോടെ ഇതേ അപ്പേ കൃഷി സർ വന്നിരിക്കുന്നു, കൂടെ കൃപചേച്ചിയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കൺമണി സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കൃപ അവളെ പുറത്തേക്ക് പോകാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോവുകയാണ്. കൃപയ്ക്കൊപ്പം കൺമണി കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ നോക്കുമ്പോൾ അവളെ നിർബന്ധിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നുണ്ട് കൃപ. കൃഷി അവളെ കൊണ്ടുപോയതൊന്നും ധനലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. അവരേതോ റെസ്റ്റോറൻറ്റിലേക്കോ മറ്റോ പോയപ്പോൾ അവിടെ വെച്ച് കൃഷി അച്ഛന് നമ്മുടെ കാര്യം പകുതി സമ്മതമാണെന്നും അമ്മയുടെ മനസ്സ് ആൻറ്റിയമ്മ മാറ്റിക്കളഞ്ഞു എന്നും പറയുന്നുണ്ട് കൃഷി കൃപയോട്. അത് കൺമണിക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് കൺമണി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതേ സമയം അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഏട്ടാ, കൃപ ഇറങ്ങിയിരിക്കില്ല, ഇനി ഒന്നിനെക്കുറിച്ചും ആദ്യം വേണ്ട. ആൻറ്റിയമ്മയുടെ കാര്യവും ഈ കൃപ ഏറ്റു, നമ്മുടെ മാനസയെ പൊളിച്ച് കയ്യിൽ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃപ. പിന്നീട് കൃപ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോൾ കൃഷ് കൺമണിയെ ഉമ്മ വയ്ക്കാൻ നോക്കുമ്പോൾ അതിനെ എതിർക്കുന്നുണ്ട് കൺമണി. അതിനു മുൻപ് കൃഷും കൺമണിയും പോകുന്നത് കണ്ട് ശാന്ത ഏട്ടൻ എഴുതി വെച്ചു ഇവരുടെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീനിവാസിനോട്. ഇത് കേട്ട് ശ്രീനിക്ക് ആകെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്.